ശാലോം TV പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹത്തിന്റെ താഴ്വരയിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെയും സഭയുടെയും ഭാവിക്ക് കുടുംബങ്ങളുടെ ക്ഷേമം നിർണായകമാണ്. ഇന്ന് കുടുംബങ്ങൾ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ്. സഭ എന്നും കുടുംബങ്ങളെക്കുറിച്ച് ഏറെ പഠിക്കുകയും കുടുംബങ്ങളെ പ്രബോധനങ്ങളിലൂടെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നയിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് ഏറെ സ്നേഹത്തോടെ സമ്മാനിച്ച സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഇങ്ങനെ മാർപ്പാപ്പ പങ്കുവയ്ക്കുന്നു. കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ്. ഇന്ന് കുടുംബങ്ങൾക്ക് ഈ സ്നേഹത്തിൻ്റെ സന്തോഷം പൂർണ്ണമായി അനുഭവിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ചർച്ചകളും ചിന്തകളുമാണ് ഈ പരിപാടിയിൽ നാം ഒരുക്കുന്നത്. ഇന്നത്തെ ചർച്ചയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ആദ്യമായി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഫാദർ വർഗീസ് കുത്തൂരച്ചനെയാണ്. വർഗീസ് കുത്തൂരച്ചൻ ലൂർദ് ദേവാലയത്തിൻ്റെ വികാരിയും തൃശ്ശൂർ അതിരൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റ് മുൻ ഡയറക്ടറുമാണ്. കുടുംബങ്ങളെ ഏറെ സ്നേഹത്തോടെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അച്ഛനെ കൈകളടിച്ചുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് സെൻറ് തോമസ് കോളേജ് വൈസ് പ്രിൻസിപ്പളും കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപത പ്രസിഡൻറ്റും സുപ്രസിദ്ധ വചനപ്രഘോഷകനുമായ ബഹുമാനായ പ്രൊഫസർ ഫ്രാൻസിസ് സാറിനെയാണ്. ഫ്രാൻസിസ് സാറിനെ ഏറെ ഹൃദ്യമായി ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഡോക്ടർ ഡെയ്സൻ പാനങ്ങാടൻ സാറിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സീറോ മലബാർ കുടുംബ കൂട്ടായ്മ കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറിയും തൃശ്ശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറിയുമായ ഡെയ്സൻ സാർ സെൻറ് തോമസ് കോളേജ് ഫിസിക്സ് വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസർ കൂടിയാണ്. കൈകളടിച്ചുകൊണ്ട് ഡെയ്സൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, പ്രധാനമായിട്ടും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഈ ഒരു എപ്പിസോഡിൽ എങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു പരിഹാരം കാണാം എന്ന ചർച്ചയിലേക്കാണ് നാം കടക്കുന്നത്. ഏറെ സ്നേഹത്തോടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നമുക്ക് പോകാം. ഒരു കുട്ടീനെ ഇവൻ മദ്യപാനിയാണോ ഇവന് മയക്കുമരുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയുക അമ്മയ്ക്ക് അപ്പനാണ്. അത് കൂടുതൽ അമ്മയ്ക്കാണ്. ഇത് ശ്രവിക്കുന്ന അമ്മമാർക്ക് വീട്ടിൽ അവൻ്റെ കൂടുതൽ ഉറക്കം, ദേഷ്യപ്പെടുന്ന സ്വഭാവം, ഭക്ഷണം കഴിക്കാതിരിക്കുക, പഠനത്തിൽ നിന്ന് ഇത് ചെയ്യുക. അപ്പോൾ ഈ അമ്മമാർ മനസ്സിലാക്കേണ്ട കാര്യം, അധ്യാപകരെന്ന് പറയുന്നത് ഇവരെ സഹായിക്കാനുള്ളതാണ്. അധ്യാപകരുടെ കൂടെ സഹകരണം ഈ അമ്മമാർ തേടേണ്ടതുണ്ട്. അപ്പോൾ ഈ കോളേജും സ്കൂളും സർക്കാരും ഒരു സംവിധാനം ഉണ്ടാക്കിയാലും ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം മാതാപിതാക്കള് അധ്യാപകരെ സഹകരിപ്പിച്ചുകൊണ്ടാണ്. ഇവിടെ ഇപ്പം മാതാപിതാക്കൾ ചെയ്യുന്ന പണി മാർപ്പാപ്പ ഇതിൽ അപലപിക്കുന്നുണ്ട്. മക്കളെ വളർത്തുന്ന ഉത്തരവാദിത്തം പൂർണ്ണമായി മറ്റാരെയും ഏൽപ്പിക്കരുത്. ഇന്ന് സ്കൂളിലും കോളേജിലും ഒരു കുട്ടീനെ ചേർത്തിയാൽ മാതാപിതാക്കൾ പിന്നെ അവരെ തിരിഞ്ഞു നോക്കണില്ല. ചേർത്താനായി കോളേജിൽ വരുന്ന പല മാതാപിതാക്കളും പിന്നീട് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഈ സംവിധാനത്തെ, സഭാ സംവിധാനത്തെ ഉപയോഗിക്കണമെങ്കിൽ മാതാപിതാക്കൾ വിചാരിക്കണം. ഇപ്പോൾ എൻ്റെ മോന്, ഇപ്പോൾ ഇത് എൻ്റെ വികാരിയച്ഛനാണ് കുത്തൂരച്ഛൻ. എൻ്റെ മോൻ്റെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവണം. അച്ഛാ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അവനൊന്ന് നോക്കിക്കോളാം എന്ന് പറയാനുള്ള മനസ്സെനിക്കുണ്ടാവണം. അപ്പം മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് ഇക്കാര്യത്തിലുണ്ട്. അല്ലെങ്കിൽ കോളേജിലും സ്കൂളിലും സഭയും ചെയ്തിട്ടുള്ള സംവിധാനങ്ങൾ വിദ്യാർത്ഥികളെ രൂപാന്തരപ്പെടുത്തുന്നതിൽ
ഉപയോഗമില്ലാതെ പോകും എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അമോറിസ് ലെറ്റിഷ്യയിൽ പറയുന്ന മാർപ്പാപ്പയുടെ വാചകം തന്നെ പ്രകാരമാണ് യുവാക്കൾ വലിച്ചെറിയപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട്. ആ വലിച്ചെറിയപ്പെടുന്നതിനെ വിഘാതം സൃഷ്ടിക്കാൻ നേരത്തെ കൂത്തുറച്ചൻ സൂചിപ്പിച്ച പോലെ അവരോട് സഹഗമിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിവിധി. നമുക്കിപ്പോൾ യുവജനങ്ങളുടെ ഒരു ക്ലിപ്പിംഗ് ഉണ്ട്. യുവജനങ്ങൾ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു ക്ലിപ്പിംഗിലേക്ക് നമുക്ക് പോകാം. അത് നമുക്ക് ശ്രദ്ധിക്കാം. വിവാഹ ജീവിതത്തിൻ്റെ ലഹരി അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ ലഹരി എന്ന ചോദ്യത്തിന് ഉത്തരമായി നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് വിവാഹ ജീവിതത്തിൻ്റെ ലഹരി സ്നേഹം എന്ന ഘടകം മാത്രമാണ്. സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ഓരോ നാളും മരണം വരെ നമുക്ക് ദൈവം സമ്മാനമായി തന്നിരിക്കുന്ന നമ്മുടെ പങ്കാളിയോടൊപ്പം എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാത്തിലും നമുക്ക് മരണം വരെ സ്നേഹം എന്ന ഫാക്ടർ മാത്രം അധിഷ്ഠിതമാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. സ്നേഹമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് വിശ്വസ്തതയും ക്ഷമയും എല്ലാ ഘടകങ്ങളും ഈ സ്നേഹം എന്ന ഫാക്ടറിനെ ആസ്പദമാക്കി തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് കണ്ടു വളർന്നിട്ടുള്ള സ്നേഹവും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സ്നേഹവും എല്ലാ ഘടകങ്ങളും വിവാഹത്തിലും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാവുന്നതാണ്. സ്നേഹം ബൈബിളിൽ കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ സ്നേഹം സകലതും ക്ഷമിക്കുന്നു, സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിലും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സ്നേഹം മാത്രമാണ് മരണം വരെ അവസാനം വരെ പങ്കാളിയെ സ്നേഹിച്ചാൽ അദ്ദേഹത്തിൻ്റെ കുറവുകൾ നമുക്ക് നിറവുകളാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. യുവജനങ്ങളെ കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ഒരു ക്ലിപ്പിങ്ങിൽ ഒരു യുവതി തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യക്തമാക്കുകയായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വിവാഹ ഒരുക്ക കോഴ്സിന് പങ്കെടുക്കുന്നൊരു യുവതിയാണ്. ദാമ്പത്യ സ്നേഹത്തിൽ ആഴപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇതിൽ പങ്കുവെച്ചത്. ഇത് നമ്മളുടെ ഈ ചർച്ചയുമായിട്ട് എങ്ങനെയാണ് ഒത്തുപോകുന്നതെന്ന് മാഷ് പങ്കുവെക്കാമോ? ഈ ഒരു കാഴ്ചപ്പാട് ലഹരിയുടെമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഈ കുട്ടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം വിവാഹ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഒരുക്കത്തിൽ വരേണ്ട ഒരു കാഴ്ചപ്പാടാണിത്. അതായത് എൻ്റെ ഭാവി ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് ഒരു പക്ഷേ മദ്യപാനിയാകാം, ഞാനും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ എൻ്റെ മക്കൾ ഒരു പക്ഷേ ലഹരിക്ക് അടിമകളാകാം. ഇവരോട് എങ്ങനെ? ഇതിപ്പോൾ സംസാരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇത് പെണ്ണിനും ആണിനുള്ളതല്ല. ആരാണ് ആദ്യം പ്രവർത്തിക്കുക? സ്നേഹമുള്ളവർ ആദ്യം പ്രവർത്തിക്കും. ഇല്ലേ, രണ്ടുപേര് പിണങ്ങിയിരിക്കുമ്പോൾ, ഞാനും ഭാര്യയും പിണങ്ങുമ്പോൾ ആരാണ് ആദ്യം? സ്നേഹമുള്ളവരാണ് ആദ്യം വരേണ്ടത്. അപ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ വിദ്യാർത്ഥി തൻ്റെ മക്കളെ കാണാൻ ഒരമ്മയ്ക്ക് പറ്റണം, അപ്പന് പറ്റണം. അപ്പോഴാണ് ആ അമ്മയ്ക്ക് ഈ കുട്ടീനെ പിന്തുടരാൻ കഴിയുക. ഈ സ്നേഹത്തിൻ്റെ അഭാവം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ സഹനമില്ലാണ്ട് വരും, ക്ഷമയില്ലാണ്ട് വരും. ഏറ്റവും ആവശ്യമുള്ള സാധനം മക്കളെ വളർത്തുന്നതിൽ ദീർഘക്ഷമയാണ്. ദീർഘക്ഷമയുടെ അടിത്തറ ക്രിസ്തുവിലുള്ള സ്നേഹമാണ്. അപ്പോൾ മക്കളെ വളർത്തുമ്പോൾ പല മാതാപിതാക്കളും പരാജയപ്പെടും. എങ്ങനെ? മകൻ ഇടയ്ക്ക് വെച്ച് അപ്പുറത്തെ കുട്ടിയുടെ അത്രയ്ക്ക് പഠിക്കണില്ല, അപ്പോൾ അവന് ഉള്ളുകൊണ്ട് പ്രാവും, നിന്നെ കൊണ്ട് എന്താ കാര്യം? അപ്പോൾ ദീർഘക്ഷമയുള്ള അമ്മ ഇത് പിന്തുടരുമ്പോൾ ഇത്തരം പ്രതിസന്ധികൾ ഒഴിവാക്കാൻ കഴിയും. മാത്രമല്ല, ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായാൽ പോലും അതിനതിജീവിക്കാൻ കഴിയും. ചില കുടുംബങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ പ്രശ്നം മാറുന്നില്ല എന്ന് സങ്കടപ്പെടുന്നവരും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. നമ്മുടെ അനേകം ആളുകളുടെ സങ്കടം തന്നെയാണ്. ഞാൻ കുറേ പ്രാർത്ഥിച്ചു നോക്കി, കുറേ സ്ഥലത്ത് ഞങ്ങൾ ചികിത്സയ്ക്ക് കൊണ്ടുപോയി നോക്കി, എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലഹരി ആശ്രിതത്വത്തിൽ നിന്ന് അയാളെ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളോട് നമുക്ക് എന്ത് പരിഹാരമാണ് പ്രധാനമായിട്ടും പങ്കുവയ്ക്കാനുള്ളത്? ഇവിടെ ഒരു നിരാശയുടെ ഒരു എലിമെൻ്റ് കിടക്കുന്നുണ്ട്. കാരണം ഇത് നന്നാവില്ല എന്ന്. പ്രത്യാശ നിങ്ങളെ നിരാശരാക്കുന്നില്ല. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ സഭയുടെ പാരമ്പര്യം അതാണ്. ഇപ്പോൾ ചില മഠങ്ങളുണ്ട്,
അവർക്ക് വേറെ പണിയൊന്നുമില്ല, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മിണ്ടാമടങ്ങൾ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ എവുപ്രാസ്യമ്മ, വിശുദ്ധ എവുപ്രാസ്യമ്മ പ്രാർത്ഥന എത്തിക്കണം. എനിക്ക് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളും ചില സ്വഭാവ വൈകല്യങ്ങളും എനിക്കുണ്ടായിരുന്നു. എൻ്റെ തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് മോചനം നേടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് വേണ്ടി ആരോ തീവ്രമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് സഭയുടെ ഒരു പഠനമാണ്. അപ്പോൾ ആ കുടുംബം ഇങ്ങനെ ഒരു പരാതി വന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയിലുണ്ടാവണം, നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ നാം സൂക്ഷിക്കും. അതാണ് വിശുദ്ധർ കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് അച്ഛന് പറയാനുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഇത് വളരെ വാസ്തവമാണ്. സുവിശേഷത്തിലുടനീളം പറയുന്നുണ്ട്, ഈ തലവാത രോഗിയെ മറ്റു മനുഷ്യരാണ് കൊണ്ടുവന്ന് സൗഖ്യത്തിനായിട്ട് സമർപ്പിക്കുന്നത്. ഈ ജായിറുസിൻ്റെ മകള് ജായിറുസാണ് വന്നത്, ശതാധിപൻ വന്നത് ശതാധിപൻ്റെ ഒരു വൃത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് നല്ല ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ, എനിക്ക് തോന്നുന്നു, എല്ലാവരുടെയും ജീവിതാനുഭവങ്ങളാണ്. നമ്മളാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ല, കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് വാസ്തവത്തിൽ. ധാരാളം കുടുംബങ്ങൾ കുറച്ച് നാളത്തെ ഈ ഒരു നിലനിൽപ്പിന് ശേഷം വീണു പോകുന്നു കാണുന്നുണ്ട്. ഞങ്ങളിതിൽ പറയുന്നത് ഇത് ആൽക്കഹോളിസം ഇസ് റിലാപ്സിങ് ഡിസോർഡർ എന്ന് പറയാം. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വീണു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ധാരാളം ആളുകൾക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷനുണ്ട്. അവിടെ ചികിത്സയ്ക്ക് കൊണ്ടുപോയി, ഇവിടെ ചികിത്സയ്ക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ കുറച്ച് നാളൊക്കെ കഴിക്കാതെ വീണ്ടും വീണു പോകുന്നു. ഇങ്ങനെയൊരു സാഹചര്യം, ഇതിപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. മദ്യപിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അതിന് അടിമകളായ, അതിൽ നിന്ന് മോചിതരായ ആളുകളോട് നമുക്ക് ഒരു നിലനിൽക്കാൻ, അവർ നിലനിൽപ്പിൻ്റെ ഒരു ജീവിതം നയിക്കാനായിട്ട് അവരോട് എന്താണ് ഒരു ആത്മീയ ഉപദേഷ്ടാവ് നിലയിൽ? തീർച്ചയായിട്ടും വിശുദ്ധ ഗ്രന്ഥം വളരെ കൃത്യതയോടുകൂടി പറയുന്നത്, നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വരാതിരിക്കാൻ നോക്കട്ടെ. യേശു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷയ്ക്ക് പ്രാപിക്കും. അപ്പോൾ ഇതിൽ വീണു പോകുക എന്നുള്ളത് നമ്മൾക്ക്, അത് ആൽക്കഹോളിത്തിൻ്റെ കാര്യം മാത്രമല്ല, ജീവിതത്തിലെ പല കാര്യങ്ങളിലും നമ്മൾ തീരുമാനങ്ങളെടുക്കുന്നു, വീണു പോകുന്നു. പക്ഷെ നിലനിൽപ്പിൻ്റെ വരത്തിന് അതിന് നിരന്തരമായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അവിടെയാണ് പ്രധാനമായിട്ടും കൗദാശിക ജീവിതം. ഞാനൊരു വൈദികനാണ്, ഒത്തിരി കുമ്പസാരങ്ങൾ കേൾക്കാറുണ്ട്, ഞാനും കുമ്പസാരിക്കുന്നു. കുറേ അധികം പേര് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, 2 ആഴ്ച കൂടുമ്പോഴോ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ കുമ്പസാരിച്ചിട്ട് അവരുടെ ആത്മീയ ജീവിതത്തിൽ വളർന്നു വരുന്നവർ, തിന്മയുടെ തലങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശക്തി സംഭരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വരുന്നവർ മാത്രമല്ല, എൻ്റെ ജീവിതത്തിലായാലും ഞാൻ പല തിന്മകളിലും ചിലപ്പോൾ നമ്മളൊക്കെ വീണു പോകുന്നവരാണ്. പക്ഷെ അവിടെയൊക്കെ അതിൽ നിന്ന് വീണ്ടും കയറി വീണ്ടും ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, കൃപാവരത്തിലേക്കൊക്കെ നീങ്ങുന്നുണ്ടെങ്കിൽ വളരെ പ്രധാനമായിട്ടും കുമ്പസാരം എന്ന കൂദാശ. അതുകൊണ്ട് സാധാരണ എനിക്ക് പറയാനുള്ളത്, നല്ല കുമ്പസാരങ്ങൾ നടത്താൻ മനസ്സ് വെക്കണം. അത് മദ്യപാനിയാണെങ്കിലും മദ്യപൻ്റെ കുടുംബാംഗങ്ങളാണെങ്കിലും. പല അമ്മമാരും വന്നിട്ട് കരഞ്ഞ് കുമ്പസാരിക്കാറുണ്ട്, ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന. പക്ഷെ അവരെ ശക്തിപ്പെടുത്തുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലുള്ള വൈദികർക്കുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ അനുദിനമുള്ള വിശുദ്ധ കുർബാന അർപ്പണം, ഭർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച് വലിയ ജീവൻ്റെ ശക്തി സംഭരിക്കുന്നവർ. നമുക്കറിയാം, സമറിയക്കാരി സ്ത്രീ കർത്താവിനോട് ചോദിച്ചത് എന്താ? ജീവൻ്റെ ജലം തരാൻ. ഞാൻ വരുന്ന വെള്ളം കുടിച്ചാൽ ദാഹിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം എൻ്റെ കയ്യിലുണ്ട്. സമറിയക്കാരി വളരെ സ്വാഭാവികമായിട്ട് ചോദിച്ചു, എന്നാൽ ആ ജലം എനിക്ക് തരിക എന്ന്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ഒരിക്കലും ദാഹിക്കാത്ത ജീവൻ്റെ ഉറവയിൽ നിന്നുള്ള ഒരു പാനം ചെയ്യലാണ്. അതിനെ ആഗ്രഹിച്ച് ഒരു വെറും കർമ്മമായിട്ട് വിശുദ്ധ കുർബാനയെ സമീപിക്കരുത്, മറിച്ച് ആഗ്രഹിച്ച് ഒരുക്കത്തോടെ ഹൃദയവിശുദ്ധിയോടുകൂടെ കുർബാന അർപ്പിക്കുക. തീർച്ചയായിട്ടും വചനം വായിക്കൽ, വചനം നമ്മെ ഒത്തിരി ബലപ്പെടുത്തുന്നുണ്ട്, നമ്മെ വിശുദ്ധീകരിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുക, എൻ്റെ അടുത്ത് വന്ന് ഞങ്ങളുടെ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞിട്ട് രക്ഷപ്പെടാത്ത ഒരു അപ്പച്ചൻ, ഇച്ചിരി പ്രായമായിട്ടുണ്ട്. അപ്പച്ചൻ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അപ്പച്ചൻ്റെ ഇടവയിലെ പള്ളിയിൽ പോയപ്പോൾ, പള്ളി കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഈ അപ്പച്ചൻ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു, ഡോക്ടറെ ഞാൻ മദ്യപാനമൊക്കെ നിർത്തിയിട്ടോ, ചികിത്സ. എന്നിട്ട് പിന്നീട് പറയാം, ചികിത്സ കൊണ്ടൊന്നുമല്ല,
ഞാൻ രക്ഷപ്പെട്ടത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ വചനം വായിക്കാൻ തുടങ്ങി, ഞാൻ വചനത്താൽ നിറഞ്ഞു, ഞാൻ എൻ്റെ പ്രായത്തിലുള്ള ആളുകളുടെ ലോഗോസ് മത്സരത്തിൽ ഞാൻ പങ്കെടുത്തു, ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ കാരണം വചനം എന്ന് നിറഞ്ഞതുകൊണ്ടാണെന്ന് ആ അപ്പച്ചൻ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് അച്ഛൻ വചനത്തിന് നേരത്തെ ഫ്രാൻസിസ് സാർ പറഞ്ഞൊരു ചെകുത്താൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു നോവലിൻ്റെയൊക്കെ ആ സമയത്ത് ഇരുന്ന് ഓർക്കായിരുന്നു. കർത്താവ് ഇത് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പിശാചിനെ ഒരു ദുഷ്ടാരൂപിയെ പുറത്താക്കുന്നു, അടിച്ചു വാരി തളിച്ച് ഇട്ടു. ആ അകം നന്മ കൊണ്ടും സുഹൃതം കൊണ്ടും നിറച്ചില്ലെങ്കിൽ 7 പിശാചുകൾ വന്ന് നിറയ്ക്കുന്ന പറയുന്നത്. അവിടെയാണ് വചനം കൊണ്ട് നിറയണം, ഹൃദയം നന്മ കൊണ്ട് ചെയ്യണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങണം. ഈ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനായിട്ട് അത് വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എടുക്കണം. അപ്പം എന്തുണ്ടാകും? അത് വലിയൊരു സാഫല്യം തരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആ ശൂന്യതയില്ലേ, ഈ മദ്യപന്മാരുടെ ഒരു പ്രശ്നം എന്താ? അവരുടെ ഹൃദയത്തിൽ എവിടെ ഒരു സ്നേഹം കിട്ടാത്ത പ്രശ്നം. ഇതിങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കിയേ, തന്നെ മനുഷ്യര് നമ്മെ സ്നേഹിക്കും. ഞങ്ങളവിടെ ഒരു പിയർ ഗ്രൂപ്പ് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞൊരു തെങ്ങേറ്റക്കാരനാണ് ആൾ. 17 വർഷം മുമ്പ് വെട്ടുകത്തിക്കെടുത്ത് ഭാര്യനെ ഓടിപ്പിച്ചിരുന്നിരുന്ന ഒരാളാണ്. ഇന്ന് അദ്ദേഹം ആ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഇടപെടുന്ന ഒരു മധ്യസ്ഥനാണ്. എല്ലാ ആൾക്കാരും ആളുടെ അടുത്തേക്കാണ് ഓടി വരിക. ഞങ്ങളുടെ ആശുപത്രിയിലെ ആളുടെ സാക്ഷ്യം പറയാൻ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ അച്ഛൻ പറഞ്ഞ പോലെ ഇതൊരു മിഷനായിട്ട് ഏറ്റെടുത്ത് ഇന്ന് തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്ന ആളാണ്. നമുക്ക് തോന്നുകയായിരുന്നു ഈ കൗദാശിക ജീവിതത്തിലുള്ള ആഴപ്പെടലും അതുപോലെ ദാമ്പത്യ സ്നേഹത്തിലുള്ള ആഴപ്പെടലും ഈ ലഹരിയിൽ നിന്ന്, അതായത് തെറ്റായ ലഹരിയിൽ നിന്ന് മോചനം കിട്ടാനുള്ള നല്ല 2 മാർഗങ്ങളാണെന്ന് തോന്നുന്നു. ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് ഡെയ്സൺ സാറിന് എന്താണ് ഇതിനോടൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്? കുടുംബം എന്നത് വലിയൊരു സാമൂഹിക ഇടമാണ്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ മദ്യപരുള്ള കുടുംബങ്ങളിൽ മദ്യപാന ആസക്തിയുള്ളവരുടെ കുടുംബങ്ങൾ ഉണ്ടാവുക, മദ്യപിക്കുന്നയാളെ അല്ലെങ്കിൽ മദ്യപാന ആസക്തിയുള്ളയാളെ, മദ്യപാനത്തിന് അടിമയായ ആളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലുണ്ടാവുക. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വ്യത്യസ്തമായി അവരോട് ചേർന്ന് നിൽക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ കൈത്താങ്ങായി കുടുംബനാഥയുണ്ട്, മക്കളുണ്ട് എന്ന ചിന്ത അവരിൽ ബോധ്യപ്പെടുത്താനുമാണ് കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പ്രാർത്ഥനയുടെ പശ്ചാത്തലം അതിലുണ്ടാവണം. പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും അവരുടെ പ്രശ്നങ്ങളെ ദൈവ തിരുമനസ്സിൽ കൃത്യമായിട്ട് കൊടുക്കാനും അതിൽ നിന്ന് വിടുതൽ നേടാനുള്ള ശക്തി അദ്ദേഹത്തിന് ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ് ഇതിൽ ആദ്യത്തെ പരിഹാരമെന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഒരു സാമൂഹ്യപരമായിട്ടുള്ള പരിഹാരമാണ്. നേരത്തെ സൂചിപ്പിച്ച ഫ്രാൻസിസ് മാഷും കൂത്തുരച്ചനൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ കുടുംബ കൂട്ടായ്മകളും തൊട്ടടുത്ത വീട്ടുകാരും ഇതൊരു ദൗത്യമായിട്ട് ഏറ്റെടുക്കണം. എൻ്റെ തൊട്ട് വീടിനടുത്തുള്ള കുടുംബം അത്തരത്തിലുള്ളൊരു വലിയ സാമൂഹ്യ പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രശ്നം എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നമാണ്, എൻ്റെ കുടുംബ കൂട്ടായ്മയിലുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രശ്നം എൻ്റെ കുടുംബത്തിൻ്റെ കൂടി പ്രശ്നമാണെന്ന് ചിന്തിക്കാൻ തൊട്ടടുത്ത കുടുംബത്തിനും ആ കുടുംബം ഉൾപ്പെടുന്ന കുടുംബ കൂട്ടായ്മയിലെ അംഗങ്ങൾക്കും ആ കുടുംബം ഉൾക്കൊള്ളുന്ന ഇടവകയിലെ ലീഡർഷിപ്പിനും ബഹുമാനപ്പെട്ട വൈദികർക്കൊപ്പം സാധിക്കണം. അങ്ങനെ എല്ലാവരും ചേർന്നുള്ളൊരു പ്രവർത്തനമാണ് ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും നിർണായകമാവുക. ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുക എന്നല്ല, സ്നേഹത്തിൻ്റെ ലഹരിയിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ, സ്നേഹത്തിൻ്റെ ലഹരിയിലൂടെ കുടുംബത്തിലേക്ക് അടുപ്പിക്കാൻ, സ്നേഹത്തിൻ്റെ ലഹരിയിലൂടെ സമൂഹത്തിലേക്ക് അടുപ്പിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് സമൂഹം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന, സമൂഹത്തിലെ പ്രതിബദ്ധതയുള്ളവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നന്മ. കുടുംബങ്ങൾ നേരിടുന്ന ഈ ഗൗരവമായ പ്രതിസന്ധിയെ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഇതിൻ്റെ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പ്രധാനപ്പെട്ട ആശയം, എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രത്യാശയോടെ അതിനെ അഭിമുഖീകരിക്കുക. സ്നേഹത്തിൻ്റെ താഴ്വരകളാക്കി നമ്മുടെ കുടുംബങ്ങളെ മാറ്റാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നത്. തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെ സന്തോഷം വിരിയുന്ന താഴ്വരകളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ സ്നേഹത്തിൻ്റെ താഴ്വരയിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരെ നമുക്ക് സ്നേഹത്തോടെ പരസ്പരം ആയിരിക്കാം.